ഇനി ചോദിക്കാനുള്ളത് നമ്മുടെ ഇപ്പൊ പറഞ്ഞല്ലോ, ഈ ബോസ്റ്റൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനലറ്റിക്സ് ഇവിടെ ട്രിവാൻഡ്രം ക്യാമ്പസിൽ ഉം. 4 മന്ത്സ് കൊണ്ടൊക്കെ ഡേറ്റാ സയൻസ് ആൻഡ് AI കോഴ്സസ് കൊടുക്കുന്നുണ്ട്. ഉം. അപ്പോൾ 4 മന്ത്സ് കൊണ്ട് സ്റ്റുഡൻസിന് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ ആണോ? ഈ ഒരു കംപ്ലീറ്റ് ഡൊമൈൻ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ? ഡൊമെയിന് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് BAയിൽ കൊടുക്കുന്നത് നമ്മുടെ ബോസ്റ്റൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനലിറ്റിക്സിൽ കൊടുക്കുന്നത് ഇതിനെപ്പറ്റി ബേസിക്സ് ആയിട്ടൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതായത് ഇപ്പം എല്ലാ ഡൊമൈൻസിനും ഇത് പഠിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളിപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്കും കോളേജ് ചെല്ലുമ്പോഴത്തേക്കും ആണോ എല്ലാം പഠിക്കുന്നത്? അല്ല. അല്ല. ഏറ്റവും ആവശ്യമായിട്ടൊരാൾ വേണ്ടതെന്ന് പറഞ്ഞാൽ സെൽഫ് ലേണിങ്ങും കൂടെ വേണം. അതായത് ഞാനിവിടെ 2 മണിക്കൂർ പോയി അടച്ചു വെച്ചു. നമ്മൾ കോളേജിൽ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് പഠിച്ചു കഴിഞ്ഞ് അടച്ചു അടച്ച് വെച്ചു. വെച്ച് ബുക്ക് അടച്ചു വെച്ചു. തീർന്നു. തീർന്നു. അങ്ങനെ ചെയ്ത് ആ ഒരു മെത്തേഡ് വന്നു കഴിഞ്ഞാൽ ശരിയാവോ ഇന്നത്തെ കാലഘട്ടത്തിൽ? പ്രാക്ടീസ് ചെയ്യണം അല്ലേ? പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഗ്രഹങ്ങൾ, അതായത് എനിക്ക് ഇന്ന സാധനം ചെയ്യാനാണ് ആഗ്രഹം, ഇത് പഠിച്ചിട്ട് എനിക്ക് ഇന്നത് ചെയ്യാനാണ് ആഗ്രഹം മനസ്സിൽ കാണുമായിരിക്കും ചിലവർക്കും. എന്നാൽ ആഗ്രഹം എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നില്ല. ഇപ്പം നമ്മളൊക്കെ കാലഘട്ടത്തിലാണെങ്കിൽ നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ എങ്ങനെ കണ്ടെത്താം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നൊക്കെ അധികം ആൾക്കാരില്ല, അല്ലെങ്കിൽ ചോദിച്ചറിയാനായിട്ട് ആൾക്കാരില്ല. ഇപ്പം നമ്മൾക്കൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ കാണുമ്പോഴത്തേക്കും അയ്യോ അതെങ്ങനെ ഇത്രയും ആൾ വലുതായി, അല്ലെ ആ ഒരാൾ ഇത്രയും ഡെസിഗ്നേഷനിൽ പുതായി. അന്നത്തെ കാലത്ത് ഇതേപോലെ പോഡ്കാസ്റ്റിങ്ങോ ഇൻ്റർവ്യൂസോ ഒന്നുമില്ല. ഇപ്പം ഇതൊക്കെ ഈയിടയ്ക്കാണ് വന്നത്. അപ്പം നമുക്കൊന്നും അറിഞ്ഞുകൂടാ. കാരണം അത്രയും എന്താ പറയുക, ഒരു ഇത് കമ്മ്യൂണിക്കേഷൻസ് ഇല്ല. ഇൻസ്റ്റാഗ്രാം ഇല്ല, സോഷ്യൽ മീഡിയ ഇല്ല, ലിങ്ക്ഡിൻ ഇല്ല, അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതെല്ലാം ഉണ്ട്. പക്ഷേ യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. എങ്ങനെ കണ്ടുപിടിക്കും? ഈവൻ ദോ നമുക്ക് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലും, ഇപ്പോൾ കോഡിങ്ങിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലും അന്നത്തെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാക്ക് ഓവർഫ്ലോയിലാണ്. ഗൂഗിളിൽ പോയി തപ്പിയെടുക്കുക ഇതെന്താ പ്രശ്നമെന്ന്. ഇപ്പം എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ പിള്ളേർ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട് എടുത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ചെയ്യാത്തതിൻ്റെ കുഴപ്പമേ ഉള്ളൂ. അപ്പം മെയിൻലി വേണ്ടത്, ഏറ്റവും മെയിനായിട്ട് വേണ്ടത്, നമ്മളീ പറഞ്ഞ 4 മാസത്തേൽ നമ്മൾ തരുന്നതെന്ന് മാത്രം ഇത് ചെയ്യേണ്ട കാര്യമില്ല. അവരവരുടെ കാര്യവും കൂടെ ഇനിഷ്യേറ്റ് ചെയ്താൽ മാത്രമേ കംപ്ലീറ്റ് ചെയ്ത് ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ ബോസ്റ്റൺ മാത്രമല്ല, ഞാൻ ഒട്ടുമിക്ക ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതൊരു ഇവിടെ പോയി കഴിഞ്ഞാലും കോളേജിൽ പോയി കഴിഞ്ഞാലും നമുക്ക് നമ്മുടേതായിട്ട് സെൽഫായിട്ട് ലേൺ ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അല്ലാതെ സ്പൂൺ ഫീഡിങ് വെച്ചുകൊണ്ടോ ഇത് ചെയ്തിട്ടുണ്ടോ യാതൊരു കാര്യമില്ല. ഓക്കെ, നമ്മുടെ ടെക്നോ പാർക്ക് ട്രിവാൻഡ്രം അത്യാവശ്യം അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് റീസെൻ്റ് ആയിട്ടുള്ള ടെക്നോ പാർക്കിൻ്റെ ഒരു അപ്ഡേറ്റ്സ്? ഇപ്പം നമ്മൾ ഫേസ് 4 കണ്ടില്ലായിരുന്നു? ടെക്നോ അതെ, പാർക്കിൻ്റെ ഫേസ് അതെ 4 അതെ. കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉം. പുതിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മളിപ്പം ബയോ 360 യെസ് യെസ് ബയോടെക്കിൻ്റെ യെസ്, കണ്ടിരുന്നു. അതും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപാട് അപ്ഡേറ്റ്സുകൾ, ചേഞ്ചസ് വരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം സ്മാർട്ട് ഹബ്ബ് എന്ന് പറയുന്ന പ്രോസസ്സിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയും ഗ്രോത്ത് നമ്മുടെ കഴക്കൂട്ടം ഭാഗത്ത് തന്നെ. കഴക്കൂട്ടത്ത് സ്പേസ് കിട്ടാത്തതുകൊണ്ടാണ് മറ്റേ അങ്ങോട്ടും പോയത്. ടെക്നോ പാർക്ക് ഫേസ് 4 പോലും. അതിന് ശേഷമാണ് ഇപ്പം ആറ്റിങ്ങൽ ഭാഗത്താണ് ബയോ 360 പോലും ഇരിക്കുന്നത്. തുടങ്ങിയത് അതെ. അപ്പോൾ അതിന് മാത്രം എക്സ്പാൻഷനാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിന് മാത്രം എക്സ്പാൻഷൻ വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന, അതായത് BAയുടെ നമ്മൾ ഇരിക്കുന്ന നേരെ അതെ. പ്രോപ്പർ കഴക്കൂട്ടം, കഴക്കൂട്ടത്താണ്. അതെ. അതായത് ഫേസ് 1ൻ്റെയും ഫേസ് 3യുടെയും ഇടയിലായിട്ടാണ് നമ്മളിരിക്കുന്നത്. അപ്പം അത്രയും ഇത് നമ്മുടെ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാൻ പറ്റും, ഓക്കെ ഡെയിലി മറ്റേ ലൈക്ക് സാറ്റർഡേ സൺഡേസ് വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഡെയിലി വരുമ്പോഴാണെങ്കിലും നമുക്കറിയാൻ പറ്റും എന്തൊക്കെ മാറ്റങ്ങളാണ് നടക്കുന്നതെന്ന്. അപ്പോൾ ഇതൊരു വലിയൊരു ഗ്രോത്ത് എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവിൻ്റെ ഒരു പ്രോസസ്സിലാണ് പോകുന്നത്. അപ്പം എന്താ പറയുക, കുറേ കാര്യങ്ങൾ, അതായത് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ഇത് ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം കൂടുതലും ചെയ്യുന്നത്, ഇനിയിപ്പം കൂടുതലും ചെയ്യുന്നത് വരുന്നത് മൊത്തം AI സെക്ടേഴ്സിലൊക്കെ ആയിരിക്കും. അതിലും കൂടുതൽ മിക്കതും ജനറേറ്റ് ചെയ്യുകയും ഏജൻസും ഒക്കെയാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ BAA ട്രിവാൻഡ്രം ക്യാമ്പസും മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും തമ്മിലുള്ളൊരു വ്യത്യാസം എന്തായിരിക്കും? നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, BAയിൽ ഇപ്പം പഠിപ്പിക്കുന്ന ആൾക്കാർ, അതായത് വരുന്ന ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് സാധാരണ ഉള്ളവരെ പോലല്ല. അവിടെ നിൽക്കുന്ന ഫാക്കൽറ്റീസ് അല്ലല്ലോ. ഇപ്പം നമ്മളൊക്കെ ആണെങ്കിലും അതെ. സാറ്റർഡേ സൺഡേസ് ആണ് വരുന്നത്. എന്തുകൊണ്ടാണ് സാറ്റർഡേ സൺഡേസ് വരുന്നത്? നമ്മളെല്ലാവരും മൺഡേ ടു ഫ്രൈഡേ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊരു വലിയൊരു പ്ലസ് പോയിൻ്റാണ് ഇവിടെ വരുന്ന പിള്ളേർക്ക്. അപ്പം കൂടുതലും എൻ്റെ അടുത്താണെങ്കിലും, ഞാനിപ്പോൾ ഒരു ഫാക്കൽറ്റി ആണെങ്കിലും, കൂടുതലും എൻ്റെ അടുത്താണെങ്കിൽ പിള്ളേർ വന്ന് താല്പര്യമുള്ള പിള്ളേർ വന്ന് കുറേ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഒന്നെങ്കിൽ മാം വാട്സപ്പ് വഴി മെസ്സേജ് അയക്കാറുണ്ട്, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ വഴി ചോദിക്കാറുണ്ട്. ഇതെങ്ങനെയാണ്, ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട്, എവിടെയൊക്കെയാണെന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ പിള്ളേർക്ക് ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു കോർപ്പറേറ്റ് എംപ്ലോയി ആയിട്ടാണ്.
അല്ലാതെ അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരാളായിട്ടല്ല. അപ്പോൾ ഈ കോർപ്പറേറ്റ് എംപ്ലോയി വന്ന് എടുക്കുമ്പോഴത്തേക്ക് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന ജോലികൾ അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന ഇതിലായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾസിൽ കുറേ കാര്യങ്ങൾക്ക് പിള്ളേർക്ക് ഇൻപുട്ട് ചെയ്യാം. അപ്പം ഇതിൻ്റെ അകത്ത് ആ ഒരു കാര്യം മാത്രമല്ല പഠിക്കുന്നത്, അതായത് അന്നത്തെ സിലബസ് മാത്രമല്ല പഠിക്കുന്നത്, കോർപ്പറേറ്റ് എങ്ങനെയാണെന്നുള്ളത് കാര്യം കൂടെ ഇൻഫർമേഷൻ പിള്ളേർക്ക് കിട്ടുകയാണ്. അപ്പം നമ്മുടെ ഒരു ക്രൈറ്റീരിയ സിലബസിൽ ഫാക്കൽറ്റി എന്ന് പറയുന്നൊരു പ്രോസസ്സിൽ BA-യുടെ ഇൻ്റർവ്യൂ സെക്ടറിൽ 6 വർഷം എക്സ്പീരിയൻസ്, അതും കോർപ്പറേറ്റിൽ 6 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യത്തുള്ളൂ BA-യിൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന്. അപ്പം അങ്ങനെ സ്ക്രീനിങ് ചെയ്തെടുത്ത ഫാക്കൽറ്റീസിന് മാത്രമേ നമുക്ക് ക്ലാസ്സുകൾ എംപാനൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു പ്ലസ് പോയിൻ്റ് ഇവിടെ BA-യിൽ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം ക്വാളിറ്റി വിൽ ബി ഓൾവേസ് ഗുഡ്. അപ്പം ക്വാളിറ്റി കൂടുമ്പോഴത്തേക്കും അറിയാമല്ലോ, നമുക്ക് ക്വാളിറ്റി കൂടുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള എക്സ്പെൻസും കാര്യങ്ങളും മീറ്റ് ചെയ്യേണ്ടി വരും. അതാണ് BA-യുടെ ഏറ്റവും വലിയ ഗുണം. ഇനിയും നമുക്ക് ഒരു ഫ്യൂച്ചർ വൈസ് ചിന്തിക്കുമ്പോൾ നമ്മളൊരു AI കാലഘട്ടം തന്നെയാണോ ഫ്യൂച്ചർ? നമ്മൾ മുൻപോട്ട് കാണുമ്പോൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും AI കാലഘട്ടം തന്നെയാണ്. ഇപ്പം AI കാലഘട്ടത്തിൻ്റെ അകത്ത് ഞാൻ കൂടുതലും ഇനിഷ്യേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും AI കാലഘട്ടത്തിൻ്റെ അകത്ത് 2-3 ലൈക്ക് അടുത്ത ഡൊമെയിൻസ് സെക്ടേഴ്സും കൂടെ ഉണ്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കാനായിട്ട്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, സൈബർ സെക്യൂരിറ്റി. കാരണം അതിനനുസരിച്ച് വളരുമ്പോഴത്തേക്കും ത്രെട്ടുകളും ഭീഷണികളും ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. കാരണം അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഫങ്ഷൻസ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനും ദുരുപയോഗം ചെയ്യാനും അല്ലെങ്കിൽ ദുഷ്പ്രവൃത്തികൾ ചെയ്യാനായിട്ടുള്ള ആൾക്കാരും കാര്യങ്ങളും ഉണ്ട്. ഇപ്പം AI തന്നെ നല്ല ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു രീതിയിലുണ്ടാക്കും. ഇത് നേരെ വേറൊരു മോശപ്പെട്ട ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ അത് മോശപ്പെട്ട രീതിയിലുണ്ടാക്കും. അത് ചെയ്യുന്ന ആളുടെ അനുസരിച്ചിരിക്കും. നമുക്കിതിനെ നല്ല രീതിയിലുണ്ടാക്കാം, ദുഷ്പ്രവൃത്തികളിലും ഉണ്ടാക്കാം. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ പക്ഷേ ഇതിനെല്ലാം അപ്പോൾ ആ സമയത്ത് വരേണ്ടതാണ് സൈബർ സെക്യൂരിറ്റി. അപ്പോൾ അതും മെയിൻ ഒരു ഘടകം തന്നെയാണ്. ഇനി ഇതെല്ലാം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എക്കോസിസ്റ്റം വേണം. കാരണം ഇതിനെല്ലാം നമ്മൾ ഇപ്പം നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഞാനിപ്പം എല്ലാ കാര്യങ്ങളും നോക്കുമ്പോഴത്തേക്കും നല്ല ഒരു മെഷീനില്ല, അതായത് റൺ ചെയ്യാനും അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കാനൊക്കെ ആണെങ്കിൽ. അപ്പം ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ മെഷീൻസ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം ക്ലൗഡിലായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ലക്ഷ്മി തന്നെ, ലക്ഷ്മി കയ്യിലിരിക്കുന്ന ഫോട്ടോസൊക്കെ എടുക്കുന്നത് എവിടെയാണ് പോകുന്നത്? ക്ലൗഡിൽ, ഓഫ് കോഴ്സ്. എവിടെയാ? ഗൂഗിളിൽ. അതായത് ഗൂഗിളിൽ നമ്മുടെ ഫോട്ടോസ് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പം കറന്റ് സ്റ്റോറേജ് എത്ര % ആയി കാണും ലക്ഷ്മിക്ക്? സ്റ്റോറേജ് 90%. ലക്ഷ്മി അപ്പം ഈ 90ക്ക് മുകളിൽ പോയി കഴിയുമ്പം നിങ്ങളപ്പോൾ എന്താ ചെയ്യുന്നത്? ഇപ്പം റീസെൻ്റ്ലി എമൗണ്ട് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോർ ഇത്രയും പർച്ചേസ് ചെയ്താൽ എക്സ്ട്രാ ഇത്രയും % ഓഫ് സ്റ്റോറേജ് നിങ്ങൾക്ക് കിട്ടും. ഞാൻ നോർമലി ചെയ്യുന്നത് ഡിലീറ്റ് ചെയ്യുക. സാധാരണ ആൾക്കാർ ഡിലീറ്റ് ചെയ്യുക ചെയ്യുന്നത്. പക്ഷെ നാളൊരു കാലത്ത് ഇത് നോക്കിക്കോ, ഇത് കാശ് കൊടുത്ത് മേടിക്കും. ഞാൻ എൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മേടിച്ചോണ്ടെന്ന് ഞാൻ മേടിച്ചു. ഇപ്പൊ കുറെ ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. അതായത് ഇപ്പം ജിയോ ഒക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് റിഡീം ചെയ്തെടുക്കാം. ഒരു 100 GB ഇതിൻ്റെ അകത്ത് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം അത് ആ ഒരു രീതിയിൽ ആയി നമ്മൾ സ്റ്റോറേജ്. കാരണം അതെ, ഇതുവരെ കണ്ടുവരാത്തൊരു രീതി അല്ലേ? ഇതുവരെയും അങ്ങനെ ഒരു സിനാരിയോ ഇല്ലായിരുന്നു. ഗൂഗിളിൽ ഒരു സ്റ്റോറേജ് ഇഷ്യൂ അങ്ങനെ ഒരു സിനാരിയോ ഇതുവരെ കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടായെന്നറിയാവോ? നേരത്തെ പഴയ ഗൂഗിളിൻ്റെ അപ്ഡേറ്റുകൾ 2 കാര്യങ്ങളാണ്. നമ്മൾ നേരത്തെ എടുത്ത ഫോട്ടോകൾ എടുത്തുകൊണ്ടിരുന്നതിൻ്റെ സൈസ് എത്രയാന്ന് നോക്കി നോക്കാം. അത് ഒരു മെയിൻ ഘടകം. രണ്ടാമത്തത്, ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും ഈ ഫോട്ടോകളെല്ലാം നമുക്ക് സോർട്ട് ചെയ്ത് കിട്ടുന്നുണ്ടോ? അതായത് ലക്ഷ്മിയുടെ ഏതൊക്കെ ഫോട്ടോസ് ഉണ്ട് അത് സോർട്ട് ചെയ്ത് കിട്ടുന്നുണ്ടോ? അത് മെഷീൻ ലേണിംഗ് പെർസ്പെക്റ്റീവിലാണ്. അപ്പോൾ ഇതെല്ലാം ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അതായത് ലക്ഷ്മിയുടെ ഫേസ് പഠിച്ച് വെക്കുകയാണ്. അതിന് പഠിച്ച് വെക്കുന്നതിന് വരെ സ്പേസ് ഇവർ എടുക്കുന്നുണ്ട്. മനസ്സിലായോ? ഇനി നമുക്ക് അയച്ചു തരുന്ന മെയില്, നമുക്ക് അയച്ചു തരുന്ന അറ്റാച്ച്മെൻറ്റുകൾ, ഇതെല്ലാം ഡ്രൈവിലാണ് സ്റ്റോറേജ് പോകുന്നത്. അപ്പം എന്തൊക്കെ ഫയൽസ് ഇപ്പം നമ്മൾ ലക്ഷ്മിയുടെ മെയിൻ ഡോക്യുമെന്റ്സുകളൊക്കെ ഡ്രൈവിലായിരിക്കുമല്ലോ ഇരിക്കുന്നത്. ID കാർഡ്, സർട്ടിഫിക്കറ്റ് എല്ലാം. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് എല്ലാം ആയില്ലേ? ഇനിയിപ്പോൾ അതൊക്കെ നമ്മൾ ക്ലൗഡിൽ സ്റ്റോറേജും കൂടെ വാങ്ങിച്ചു കൊടുക്കുന്നത്. ഈവൻ ദോ ആപ്പിളിൻ്റെ ഫോൺ എടുക്കുന്നവർ എല്ലാവരും എൻ്റെ അടുത്ത് പറയുക, ആപ്പിളിൻ്റെ സ്റ്റോറേജ് പോരാ, നമുക്ക് ക്ലൗഡ് എടുക്കുന്നതെന്ന്.
128 GB കൊടുക്കുന്നുള്ളൂ ഡിവൈസ്. കൊടുക്കുന്നുള്ളൂ. അതെ. പിന്നെ അതിനുശേഷം ക്ലൗഡിലാണ് അവരെടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ക്ലൗഡ് എന്ന് പറയുന്നൊരു മെയിൻ ഘടകവും. ഓക്കെ. അപ്പം ക്ലൗഡ് ക്ലൗഡ് നമുക്ക് മസ്റ്റായിട്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ AI കാര്യങ്ങളെല്ലാം പോകണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ക്ലൗഡ് തന്നെ വേണം. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ അകത്താണ് ഇനിഷ്യേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ 3 ഡൊമൈനുകളായിരിക്കും മെയിനായിട്ട് ഇനിയുള്ളത്. AI, സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അല്ലേ? അതെ, ഇതെല്ലാം ലിങ്ക്ഡ് ആണ്. തീർച്ചയായിട്ടും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മീൻസ് നമ്മൾ AI വെച്ചിട്ട് എങ്ങനെയാണ് നമ്മളൊരു ബിസിനസ് പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഇപ്പം ഞാൻ ഇത് നല്ലൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം നമ്മൾ AI പഠിച്ചു കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ഗുണവും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതെ. ഇപ്പം ജനറേറ്റ് പഠിച്ചെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഏജൻസ് അല്ലെങ്കിൽ AI പഠിച്ചെന്ന് വെച്ചോ, നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് പഠിക്കുക, പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ കാര്യം പോയിട്ട് അമ്മമാർ സ്റ്റിച്ചിങ് പഠിച്ചാൽ തന്നെ സ്റ്റിച്ചിങ് ചുമ്മാ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നതിന് പകരം അമ്മമാർ സ്റ്റിച്ചിങ് കാര്യങ്ങളോ ഒരു പ്രോഡക്റ്റ്, അതായത് ഒരു ഡിസൈൻ പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലേ പറയുള്ളൂ, നീഷ് പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് AI പഠിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കുമാണ് ശരിക്കും അവർ പഠിച്ചു എന്നുള്ളൊരു രീതിയിൽ വരുന്നത്. അത് AIയോ ജെൻ AIയോ വെച്ചിട്ട് ചെയ്യാം. ഇനി അതിൻ്റെ അകത്ത് ഫംഗ്ഷൻ വരുമ്പോൾ സൈബർ സെക്യൂരിറ്റിയുടെ എങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിനെ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയതിനെ നമ്മൾ പലതും ടെസ്റ്റ് ചെയ്യാം. ഈ പ്രോഡക്റ്റ് നല്ലതാണോ, ആരെങ്കിലും ഉപദ്രവിച്ച് കഴിഞ്ഞാൽ ഹാക്കിങ്ങോ എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് പ്രോഡക്റ്റ് നിൽക്കുമോ, എതിർത്ത് തടഞ്ഞ് നിൽക്കുമോ എന്നുള്ള കാര്യം ഈ സൈബർ സെക്യൂരിറ്റി ഫംഗ്ഷനിൽ ചെയ്യാം. ഇനി ക്ലൗഡിൽ നമ്മൾ ഈ പ്രോഡക്റ്റിനെ ഹോസ്റ്റ് ചെയ്ത് വെക്കുക. അതായത് എല്ലാവർക്കും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ക്ലൗഡിലായിരിക്കും ഈ പ്രോഡക്റ്റിൻ്റെ ഫയൽസുകൾ, അതായത് മെയിൻ മേജർ സാധനങ്ങൾ ഇരിക്കുന്നത്. അവിടെ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ക്ലൗഡ് ഫങ്ഷൻസുമായി. ഇനി ഏറ്റവും മെയിനായിട്ട് വേണ്ടത്, നമ്മൾക്ക് എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാൻ അറിയാമെന്ന് വെച്ചോ, ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ഞാൻ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മളെ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ പത്രത്തിലോ നോട്ടീസോ. അതെ. ഇപ്പം അത് വെച്ച് പറ്റുമോ? ഇപ്പം പത്രം തന്നെ, ഇപ്പം നമ്മൾ പറയുന്നില്ലേ, പത്രം തന്നെ എത്ര പേരെടുത്ത് വായിക്കുന്നുണ്ട്. പണ്ട് പത്രത്തിൻ്റെ ഇടയിൽ മറ്റേ ഇത് ഫ്ലയേഴ്സൊക്കെ വെച്ചിട്ട് കൊടുക്കുമായിരുന്നു ആ ഒരു മാർക്കറ്റിങ്. പിന്നെ റോഡിൽ വെച്ച് നിൽക്കുന്ന ഫ്ലയേഴ്സൊക്കെ ചെയ്യുന്നു. പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ ഒരു മാർക്കറ്റിംഗ് ഇപ്പോൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ഏതിലാണ്? ഡിജിറ്റൽ തന്നെയാണ്. കാരണം എല്ലാവരും ഇപ്പോൾ ഉണ്ട് ഇല്ലേ. നമ്മളാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം എടുക്കുന്നുണ്ട്, ഫേസ്ബുക്ക് എടുക്കുന്നുണ്ട്, ലിങ്ക്ഡിൻ എടുക്കുന്നുണ്ട്, യൂട്യൂബ് കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ആ യൂസേഴ്സ്, അതായത് ആൾക്കാർ എവിടെയാണോ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അവിടെ മാർക്കറ്റ് ചെയ്യാം. അപ്പോൾ അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോസ്പെക്റ്റിൽ തന്നെയാണ്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ പ്രോസ്പെക്റ്റിൽ നോക്കുമ്പോഴത്തേക്കും അവിടെയും AIയുടെ പല കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. കണ്ടൻറ് ക്രിയേഷൻ തൊട്ട് പല ഡബ്ബിങ്ങും കാര്യങ്ങളും എല്ലാം, ക്ലോണിങ് വരെ AI ക്രിയേഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനിപ്പോൾ ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആണെന്ന് വിചാരിക്കട്ടെ. എൻ്റെ കയ്യിൽ ഇപ്പോൾ സമയമില്ല. ജസ്റ്റ് എൻ്റെ ഒരു ഫോട്ടോ ഇതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ഇവിടെ വന്ന് ഇതേപോലെ സ്റ്റുഡിയോയിൽ സെറ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതായത് എൻ്റെ ഒരു ഫിഗർ വെച്ച് കഴിഞ്ഞാൽ ഈ ഹാൻഡ് മൂവ്മെൻറ്റ്സ് പോലും ആ കറക്റ്റ് ഗെസ്റ്റേഴ്സിൽ കിട്ടും. അതിന് ഇപ്പം കറൻ്റ് മാർക്കുള്ള ഹേജൻ AI എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു അവതാർ നമ്മുടെ ഇതേ ഒരു ഫേസിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഔട്ട് കിട്ടുന്നുണ്ട്. അതായത് ആ സ്ക്രിപ്റ്റ് നമുക്ക് എഴുതി വെച്ച് ചെയ്ത് വെച്ച് ഔട്ട് ഇനിഷ്യേറ്റ് ചെയ്ത് തരും. ഇനി രണ്ടാമത്തത് വോയിസ് അല്ലേ. കാരണം ഞാനും സംസാരിക്കത്തില്ല, വോയിസ് ക്ലോണിങ് വരെ അതിൻ്റെ അകത്തുണ്ട്. എനിക്ക് കുറച്ചൊരു സമയത്തിനകത്ത് അതിൽ ഒന്ന് ട്രെയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതുമായി. ഇപ്പം നോക്കുമ്പോഴത്തേക്ക് എന്താ, മാർക്കറ്റിങ്ങിന് അതുമായി. ഇനിയിപ്പം വേണ്ട, നേരത്തേക്ക് ഇൻഫ്ലുവൻസേഴ്സിന് കാശ് കൊടുക്കണം ഇല്ലേ, ഇൻഫ്ലുവൻസേഴ്സ് വിളിച്ചിരിക്കണം. ഇപ്പം ഡിജിറ്റൽ ഇൻഫ്ലുവൻസേഴ്സ് വന്നു തുടങ്ങി. അതായത് ഡിജിറ്റലായിട്ട് ഇപ്പം എനിക്ക് എന്നെ സ്വന്തമായിട്ട് ഞാനൊരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു പയ്യൻ്റെ അല്ലെങ്കിൽ വെച്ചിട്ട് ഒരു ഇമാജിനറി ആളുടെ ഡിജിറ്റൽ ഇതെടുക്കാം. അങ്ങനെ ചെയ്യുന്ന തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഇടയ്ക്ക് കണ്ടായിരുന്നു കോട്ടയത്തൊരു കമ്പനിയുടേത്, അവർ തന്നെ ഒരു കണ്ടൻറ് ക്രിയേഷൻ എൻ്റെ ഒരു ഫ്രണ്ടും ചെയ്തു തുടങ്ങി. ഇതിപ്പം അത് അവർക്ക് സ്വന്തമായിട്ടൊരു ഇൻഫ്ലുവൻസർ ബ്രാൻഡ് വരുത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം എവിടെ നോക്കിയാലും തിരിഞ്ഞാലും ഇപ്പം AI പ്രോസസ്സിൽ തന്നെയുണ്ട്. പല എന്താ പറയുക, ഇപ്പം VO3 അല്ലാതെ ക്ലിങ്, റൺവേ ML എന്നീ പറഞ്ഞ പല ഇതുമുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് നിന്നും വെച്ച് നമുക്ക് പല യൂസ്ഫുൾ കണ്ടൻറ് വീഡിയോസുകളും കണ്ടൻറ് ഓഡിയോസുകളും വരെ ചെയ്യാം. ഇപ്പം ലക്ഷ്മിക്ക് അറിയാമോ, ലക്ഷ്മി മറ്റേ നമുക്ക് ഇപ്പം പാട്ടുകൾ
ഫോർ എക്സാമ്പിൾ ലക്ഷ്മി പാട്ടുകളൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടോ? ഉം. ലക്ഷ്മി ഇന്ന് ചെന്നിട്ട് നോക്കേണ്ടതാണ് ഇത് മറ്റേ എന്താ പറയുക, പേര് ഞാൻ മറന്നുപോയി. അതിനകത്ത് സുനോ, സോറി, യെസ്, സുനോ AI. ഓക്കെ, ജസ്റ്റ് സുനോ AIയിൽ ചെന്ന് നോക്കിയാൽ മതി. ജസ്റ്റ് കുറച്ചൊരു ലൈൻസ് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് പാട്ട് ജനറേറ്റ് ചെയ്ത് തരും. ജനറേറ്റ് ചെയ്ത് അതായത് നല്ല വൃത്തിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് 1.5 കൊല്ലം മുന്നേ നോക്കിയതാ. അന്നത്തെ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടെ ഭയങ്കര ഇൻസ്ട്രുമെൻറ്റ്സ്, സൗണ്ടുകൾ, നല്ല രീതിയിൽ പാട്ടുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അതിൻ്റെ അകത്ത് കുറച്ചും കൂടെ മാസം ഒരു 1000 രൂപ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനേക്കാളും നല്ല രീതിയിൽ ഉണ്ടാക്കാൻ തുടങ്ങി പാട്ടുകളൊക്കെ. പല സിനിമകളുടെ പാട്ടുകളുടെ ഇത് സുനോയിൽ നിന്നും വരെ എടുക്കുന്നുണ്ട്. ഓക്കെ. ഈവൻ ദോ നമ്മുടെ എന്താ പറയുക, മ്യൂസിക് ഡയറക്ടേഴ്സ്, എൻ്റെ ഒരു വൺ ഓഫ് മൈ ഫ്രണ്ട്, അവൻ പോലും ഈ പറഞ്ഞ ലിറിക്സുകൾ കാര്യങ്ങളൊക്കെ സിങ്ക് ചെയ്യാൻ വേണ്ടി ഈ ഒരു ആപ്പിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഈ സുനോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇന്ത്യൻ ആപ്ലിക്കേഷനാണ്. ഇറ്റ്സ് ഫ്രം പെർപ്ലെക്സിറ്റി. ആൾക്കാർ പെർപ്ലെക്സിറ്റി അറിയാമല്ലോ, പെർപ്ലെക്സിറ്റി തന്നെയാണ് സുനോയുടേതും ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ എല്ലാത്തിലുമായി, സിനിമകളിൽ ഇനിയിപ്പോൾ ഇല്ലാത്ത മേഖലകളൊന്നുമില്ല, കവർ ചെയ്യാൻ പറ്റുന്ന മേഖലകളൊന്നുമില്ല, എല്ലാ മേഖലയിലും AI വന്നിട്ടുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ AI എന്തും പോകും, എന്തും ഓടും. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനൊരു കോഴ്സ് അല്ലെങ്കിൽ ഒരു AI പ്രോഗ്രാം ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ബേസിക് ഒരു പാക്കേജ് ഒക്കെ എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ഇപ്പം കറൻ്റ്ലി മാർക്കറ്റിൽ കിട്ടുന്നത് എന്ന് പറയുന്നത് ഡിപ്പെൻസ് അപ്പോൺ കമ്പനി വൈസ് ആണ്. ഫസ്റ്റ് ഞാൻ പറയാം, ഡിപ്പെൻസ് അപ്പോൺ കമ്പനി വൈസ് ആണ്. രണ്ടാമത് ആളുടെ സ്കില്ല്. നമ്മൾ പറയുമ്പോഴത്തേക്കും പാക്കേജുകൾ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുകയൊക്കെ ചെയ്യും, നല്ല പാക്കേജുകൾ കിട്ടുകയും ചെയ്യും. പക്ഷേ ഒരാൾക്കാരുടെ കേപ്പബിലിറ്റി അനുസരിച്ചിരിക്കും, പിന്നെ ഒരാൾക്കാർ ക്രാക്ക് ചെയ്യുന്നത് അനുസരിച്ചിരിക്കും. ഇൻ്റർവ്യൂസ് ക്രാക്ക് ചെയ്യുന്നത് കറക്റ്റായിട്ട് ആൻസർ കൊടുക്കുന്നത് മാത്രമല്ല. അതായത് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന ചോദ്യം ചോദിച്ചു, ഇന്ന ഉത്തരം പറഞ്ഞു എന്ന് മാത്രമല്ല. അടുത്തതിന് ശേഷമുണ്ട്. അടുത്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഡിബേറ്റ് പോലത്തെ, അതായത് HR-ഉമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് മേടിക്കുന്ന ആൾക്കാർ. അപ്പം ഈ പറഞ്ഞ 3 കഴിവുണ്ടെങ്കിൽ നല്ല പാക്കേജുകൾ മേടിക്കാം. കറൻ്റ്ലി ഇപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവിടെ കൂടുതൽ സർവീസ് ഫങ്ഷൻസിലാണ് ഇരിക്കുന്നത്. നമ്മുടെ കറൻ്റ്ലി ട്രിവാൻഡ്രം, അതായത് കേരളത്തിൽ മിക്ക കമ്പനികൾ, IT കമ്പനീസുകൾ മൊത്തം സർവീസ് ആണ് കൂടുതലും. പ്രോഡക്റ്റ് ബിൽഡിങ് ഭയങ്കര കുറവാണ്. അപ്പോൾ സർവീസിലിരിക്കുമ്പോഴത്തേക്കും അവിടെ എന്താണെന്ന് പ്രത്യേകിച്ച് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നേരത്തെ തൊട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക എന്ന് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പം പ്രോഡക്റ്റ് ബിൽഡിങ് വരുമ്പോഴത്തേക്കാണ് കമ്പനീസ് പാക്കേജസുകളൊക്കെ നല്ല ഇനിഷ്യേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് ബിൽഡിങ് വരുമ്പോഴത്തേക്ക് ഒരു നല്ല പാക്കേജുകൾ കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു ഫ്രഷറിന് കിട്ടുന്നത് ബേസിക്കലി ഒരു 6 to 7 LPAയിൽ ഒരു ഫ്രഷറിന് കിട്ടും. പക്ഷെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾ വരുമ്പോഴത്തേക്കും, അതായത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാൾ ഇത് പഠിച്ചെടുക്കുമ്പോഴത്തേക്കും ആ പുള്ളിയുടെ പാക്കേജിനേക്കാളും ഒരു 50% അല്ലെങ്കിൽ 60% മുകളിൽ കിട്ടും. നോർമലി ചോദിക്കുമ്പോഴത്തേക്ക് എല്ലാവരും പറയും 20-25 ഒക്കെ കിട്ടുള്ളൂ, അത് വേറെ കാര്യം. പക്ഷേ ഇതും കൂടെ, അതായത് സ്കിൽ ആഡ് ഓൺ ആണ് ചെയ്യുന്നത്. IT സെക്ടേഴ്സിൽ ഏറ്റവും ഇത് മെയിനായിട്ടുള്ളതാണ്, സ്കിൽസുകൾ ആഡ് ഓൺ ചെയ്യുക. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് എങ്ങനെ വന്നാലും ഒരു 60% മുകളിൽ സുഖമായിട്ട് കിട്ടും. പിന്നെ നമ്മുടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും, ഫോർ എക്സാമ്പിൾ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഹൈദരാബാദോ, ഏറ്റവും പാക്കേജ് കൂടുതൽ ഗുർഗ്രാമിലാണ്, ഡൽഹി സൈഡിൽ വരുമ്പോഴത്തേക്കും. അപ്പോൾ ആ ഒരു സൈഡിലോട്ട് പോവുകയാണെങ്കിൽ പാക്കേജസുകൾ ഇതിനേക്കാൾ കൂടുതൽ വരും. ഓക്കെ. എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്ക് എക്സ്പീരിയൻസ് ചെയ്തൊരു ഇഷ്യൂ ആണിത്. BTech ഗ്രാജുവേറ്റ് ആണ്, പക്കാ CS ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞാണ്, അപ്സ്കില്ലൊക്കെ ആയി പോയതാണ്. അപ്പോൾ ഒരു ഫ്രഷറായിട്ട് ചെന്ന് കയറുമ്പോൾ ഒരു സീനിയറിൽ നിന്നൊരു ഈഗോ ക്ലാഷ്, അങ്ങനത്തെ ഒരു ഇഷ്യൂസൊക്കെ കോമൺലി കണ്ടുവരാറുണ്ട്. അത് ഇപ്പം സീനിയറിൽ നിന്ന് മാത്രമല്ല, ഞാൻ ഇപ്പോൾ പറയട്ടെ, ഒരു 10-20 കൊല്ലം IT ഡൊമൈനിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ 20-20 കൊല്ലം വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് അപ്സ്കെയിൽ ചെയ്യാനോ കാര്യങ്ങളോ ഇച്ചിരി ബുദ്ധിമുട്ട് കാണും. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്നവർ, തൊട്ട് താഴെ വരുന്ന ആൾ, പെട്ടെന്ന് വന്ന് കയറിയ ആൾ, ജൂനിയർ അല്ലെങ്കിൽ ഒരു മിഡ് ലെവൽ എംപ്ലോയി, അതായത് വേറൊരു 4-5 കൊല്ലം വർക്ക് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും നോക്കുമ്പോഴത്തേക്ക് അന്ന് ഞാൻ വാങ്ങിച്ച ശമ്പളത്തേക്കാൾ കൂടുതൽ ഇവനിന്ന് കിട്ടുന്നു. അതാണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ അവൻ നല്ലപോലെ ഇത് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും അവൻ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ
അതിനനുസരിച്ചിട്ട് അവരുടെ മനസ്സിലും അത് പോകെ പോകെ അവരുടെ മനസ്സിലും കാണും. നാളൊരു കാലത്ത് നമ്മളും അങ്ങനെ ഇല്ല, അതെ. ആയിക്കണമെന്നില്ല. അതെ, കാരണം അതെ. പ്രായം മാറുമ്പോഴത്തേക്കും എല്ലാവരും ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ചിന്താഗതിയിലോട്ട് എത്തുകയും ചെയ്യും. അയ്യോ, ഞാൻ അന്ന് ജോലി ചെയ്തപ്പോൾ എനിക്ക് ഇന്ന് കിട്ടിയില്ലല്ലോ ഇത്ര. ഇപ്പോഴത്തെ പിള്ളേർ നമ്മളിപ്പോഴും അതെ, കമ്പയർ ചെയ്യില്ലേ, അതെ, അതെ, 90s കിഡ്, 2K കിഡ്, അതെ, അതെ, അതെ. അതെ അതെ ജെൻസി ആയിട്ട് കമ്പയർ. ഏജൻസി പിള്ളേരായിട്ട് ഇപ്പോഴത്തെ അതെ, ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇതാണല്ലോ. അപ്പം കാരണം ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു സ്റ്റഡി നടത്തിയായിരുന്നു, ജെൻസി പിള്ളേർ ഫ്ലെക്സിബിൾ അല്ല, അവരവരുടെ കാര്യങ്ങളിൽ വിട്ടിട്ട് ഇത് പോകുന്നു. അതെ, അതെ. പല ഓർഗനൈസേഷനിൽ അവർ കയറിയിട്ട് കുറച്ച് നാൾ നിന്നിട്ട് അവർക്ക് ഇത് മതിയായി, ഫെഡപ്പായി ഇത് പോകുന്നു. നമുക്ക് നമ്മുടെ ഇത് 90s വരുമ്പോഴത്തേക്കും നോക്കുന്നത് എങ്ങനെയെങ്കിലും ജോലി മതി അതെ, എന്നുള്ളതാണ്. അതെ. നമ്മൾ ടോർച്ചർ ചെയ്താലും അല്ല, നമ്മൾ ഇപ്പൊ പ്രഷർ ചെയ്താലും 90s ജെൻസി ആയിട്ടോ അങ്ങ് കിടപിടിച്ചോണ്ടിരിക്കുകയാണ് രണ്ട് കൂട്ടരും കൂടെ, അല്ലേ? അതെ അതെ ആ, തീർച്ചയായിട്ടും. അതും അവർക്ക് അന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവര് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് അവര് മീൻസ് അവർക്ക് സമാധാനം വേണം. വേണം. നമ്മളങ്ങനെയല്ല, നമുക്ക് ശമ്പളം വേണം. ശമ്പളം വേണം. അവർക്ക് ശമ്പളം വേണമെന്നില്ല, ഇല്ല. അവർക്ക് സമാധാനം വേണമെന്നാണ് ഇപ്പോഴത്തെ ജെൻസീസിന് ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ്. അപ്പം നമ്മുടെ ഈ പറഞ്ഞ മാനേജേഴ്സ് ആണെങ്കിലും അവർക്ക് നോക്കുമ്പോഴത്തേക്കും അയ്യോ അവൻ നമ്മളെക്കാളും ഇത് ചെയ്യുന്നുണ്ട്, നമ്മളെക്കാൾ അപ്സ്കിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഈഗോ കാണുകയൊക്കെ ചെയ്യും. പ്രത്യേകിച്ച് അവൻ വന്നിട്ട് ഇപ്പോൾ ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഡൊമൈനിൽ വന്നിട്ട് അവൻ വന്നിട്ട് ഇപ്പോൾ AI ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈശ്വര നാളെ എൻ്റെ ജോലി പോവോ, ഇനിയിപ്പോൾ എൻ്റെ ഇതിലോട്ട് അവനെ പിടിച്ചിരുത്തുമോ അതെ, എന്നൊരു പേടി അതെ. കാണും. അത് തീർച്ചയായിട്ടും കാണും. അപ്പം അങ്ങനെയുള്ളവരെ ഞാൻ എന്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനത്തെ ഉള്ളവരടുത്ത് എനിക്കൊരു കൊടുക്കാവുന്ന അഡ്വൈസ്, നിങ്ങൾക്ക് ഒന്നെങ്കിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളായിട്ട് പഠിപ്പിക്കുക, അല്ലെങ്കിൽ പഠിക്കുക. അല്ലെങ്കിൽ ഞാൻ ഏറ്റവും നല്ലതായിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജൂനിയേഴ്സ് പിള്ളേർ അല്ലെങ്കിൽ അറിയാവുന്നവർ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് ചെന്ന് ചോദിക്കും, ഇതെന്തുവാ, ഇതെങ്ങനെയാണെന്ന്. കാരണം എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പോൾ പറയത്തില്ലേ, ഇപ്പം നമ്മൾ എല്ലാം വലിയവരുടെ നിന്ന് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, പിള്ളേരുടെ നിന്നും പഠിക്കണം. അപ്പം പ്രായഭേദമധ്യേ നമ്മൾ ഏറ്റവും കൂടുതൽ ആരുടെ കയ്യിൽ നിന്നായിരിക്കുമോ നമുക്ക് അറിവ് കിട്ടുന്നത്, അത് വളരെ നല്ലതാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ചോദിക്കുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല. അപ്പോൾ ഞാനവിടെ നമ്മളെ പഠിപ്പിക്കാൻ വരുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാവുന്നത് എനിക്ക് പഠിപ്പിച്ചാൽ ഞാൻ നിങ്ങൾക്കറിയാവുന്നത് പഠിപ്പിച്ചു തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും കുറേ കാര്യങ്ങൾ അറിയാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഈവൻ ദോ ചില കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഇൻസ്റ്റയിൽ വരുമ്പോഴത്തേക്കും നമുക്കൊന്നും അറിഞ്ഞുകൂടാ ചില കാര്യങ്ങൾ. അപ്പോൾ ഇത് ജെൻസി പിള്ളേർക്ക് മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യുന്നവരാ. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ നോക്കും, അവരുടെ അടുത്ത് ചോദിക്കും. കാരണം ഇവരെ വേണമല്ലോ പഠിപ്പിക്കാൻ. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം കൊടുക്കണമെങ്കിൽ അവരുടെ മനസ്സെനിക്ക് അറിഞ്ഞാലേ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കണം. അപ്പം അവരുടെ നിന്ന് ഞാൻ കുറച്ച് പഠിച്ചാൽ മാത്രമേ എനിക്ക് അത് വെച്ച് അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പാലം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണം. അത് മെയിനായിട്ട് വന്നേ പറ്റുള്ളൂ. ഇപ്പം ലക്ഷ്മി ആണെങ്കിലും കുറേ കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് മനസ്സിലായിട്ടില്ലേ, ഇവിടുത്തെ പിള്ളേരുടെ രീതികളും കാര്യങ്ങളൊക്കെ. അതാ, അപ്പോൾ ആ ഒരു രീതി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഓക്കെ രോഹിത്, അപ്പം നല്ലൊരു ഇൻട്രാക്റ്റീവ് സെഷനായിരുന്നു. നമുക്ക് നമ്മുടെ ഒരു ഓഡിയൻസിനോടൊരു ഓവറോൾ നമ്മളിപ്പോൾ എയുടെ പറ്റി, ഒരു ഫ്യൂച്ചർ ഗോൾസിനെ പറ്റി, അല്ലെങ്കിൽ ഒരു കരിയറിനെ പറ്റിയൊക്കെ കുറേ സംസാരിച്ചു. അപ്പോൾ ഒരു ഓവറോൾ എല്ലാവർക്കും പറയാൻ പറ്റുന്നൊരു എന്താണ് പറയാനുള്ളത്? ഓവറോൾ പറയാൻ പറ്റുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മൾ പുസ്തകത്തിൽ നോക്കി മാത്രമല്ല, നമ്മൾ ആരെങ്കിലും പഠിപ്പിച്ച് തരുന്ന മാത്രമല്ല, ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇനിയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിത് നമ്മുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് സമൂഹത്തിൽ, അതായത് നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പ്രശ്നങ്ങൾ ആരാണെങ്കിലും മനസ്സിലാക്കിയിട്ട് അവിടെ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ തന്നെ കണ്ടില്ലേ, നമുക്ക് ബാക്കി ഇപ്പം നമ്മൾ മലയാളികൾ ബാക്കി എല്ലാം സ്റ്റാർട്ടപ്പുകൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ റെസ്റ്റോറൻറ്റ്, ചായക്കടകൾ, കാര്യങ്ങൾ. പക്ഷേ അതിനനുസരിച്ച് അവർ വളരുന്നുമുണ്ട്. പുതിയൊരു ചായക്കട കിഴക്കൂട്ടത്തെ ഭാഗത്തിട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആൾക്കാർ വരുന്നുണ്ട്. ഓക്കെ, അത് ഒരു ഇന്നോവേഷനാണ്, അതൊരു ഐഡിയ കണ്ടെത്തി ഇത് ചെയ്യുക. അതേപോലെ തന്നെയാണ്, നിങ്ങളൊരു കാര്യം പഠിച്ചു, നിങ്ങളുടെ കയ്യിലുള്ള കാര്യം വെച്ച് നിങ്ങൾക്കത് ഇനി എങ്ങനെ കണ്ടെത്താൻ പറ്റും. ഇപ്പം അതിൻ്റെ ഒരു മെയിൻ കുറവ് ഞാൻ കാണുന്നുണ്ട്. അപ്പം ആ ഒരു ഐഡിയ വെച്ചിട്ട് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നതുള്ള കാര്യം മാത്രമേ ഉള്ളൂ നമുക്കിപ്പം പ്രശ്നം. അത് എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ പിള്ളേരെ കണ്ടെത്തുക, ചെയ്യുക, അതാണ് മസ്റ്റായിട്ട് വേണ്ടത്. അല്ലാതെ ഞാനിത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടുന്നതിന് പകരം ഞാനിത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഐഡിയ കിട്ടും, എന്നിട്ട് നമുക്ക് അതിൽ കൂടെ ജോലി തപ്പാം. ആ ഒരു രീതിയിലോട്ട്, കോൺസെപ്റ്റിലോട്ട് മാറ്റുക. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ജോലി ഉറപ്പാണ്. ഏത് മേഖലയിലാണെങ്കിലും, ഏത് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും നമുക്ക് കയറി പറ്റും.
ഇന്നത്തെ കാലഘട്ടത്തിൽ അത് എന്തായാലും തീർച്ചയായിട്ടും പറ്റുകയും ചെയ്യും. ഓക്കെ. ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അപ്പോൾ ഇത്രയും നേരം വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എൻ്റെ അടുത്ത് ഈ പറഞ്ഞ ഉത്തരങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ലക്ഷ്മി, വളരെ നന്ദിയുണ്ട്. ക്ഷണിച്ചതിലും നന്ദി പറഞ്ഞു. അല്ലല്ല, എനിക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഗൂഗിൾ സ്റ്റോറേജ് ഇഷ്യൂ ഇതൊക്കെ ഞാൻ ഡെയിലി ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ്. ഇതിപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടിയ അറിവാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ കുറേ കാര്യങ്ങൾ ക്ലിയർ ആയി. അപ്പം എന്നെ പോലെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ഇതേപോലെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അടുത്ത നമുക്ക് ഇതേപോലെ ഇരിക്കുമ്പോഴത്തേക്കും സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും ക്ലിയർ ചെയ്യാം. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്ന കമന്റുകളുണ്ടല്ലോ, കമന്റിൽ നിന്ന് കിട്ടുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഡിസ്കഷൻ പാനലിലോട്ട് ഇടാം. ഓക്കെ ഓക്കെ അപ്പം അങ്ങനെയും നമുക്ക് ചെയ്യാം. ഓക്കെ അങ്ങനെ ഓക്കെ ശരി. ഓക്കെ. താങ്ക് യു രോഹിത്. ഓക്കെ. അപ്പോൾ ഇനി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ടോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാം. നമ്മളതിന് റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.